എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും ഒരു കോളിഫ്ലവർ വിഭവം കൂടി പരിചയപ്പെടാം കേട്ടോ. നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കോളിഫ്ലവർ ഒന്ന് വെച്ച് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും ബിരിയാണി റൈസിനും എല്ലാറ്റിനും അടിപൊളിയാണ് കേട്ടോ ഈ കറി. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നേരത്തെ പറയുന്ന അതേ പ്രക്രിയ തന്നെ കോളിഫ്ലവർ വൃത്തിയാക്കി ചെറിയ പീസുകളാക്കുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ആ വെള്ളം കോരി മാറ്റി കുറച്ച് നേരം ആ വെള്ളം വാരാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ എന്തൊക്കെ വേണം നോക്കാം. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. കോളിഫ്ലവർ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ആ കളറ്. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പട്ട ഗ്രാമ്പ് വേണമെങ്കിൽ ഇടാം, ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് സവോള ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് വേഗം മൂത്തിടാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സവോള മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വരണം. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിൽ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. പച്ചമുളക് മുറിഞ്ഞ് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് നന്നായി ഒന്ന് പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തില്ല. അത് നന്നായി ഒന്ന് ആ പച്ചമുളകൊക്കെ പോയി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഉപ്പും മുളകും എരിവും എല്ലാം ആ കോളിഫ്ലവറിലൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് തീ സിമ്മിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. കോളിഫ്ലവറൊക്കെ നന്നായി വെന്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്. ചപ്പാത്തിക്കോ ബിരിയാണി ചിക്കൻ്റെ അതേ ടേസ്റ്റാണ്, അതുകൊണ്ട് എല്ലാറ്റിനും സൂപ്പറായിരിക്കും. വെച്ച് നോക്കണേ.